മഹാനായ സയ്യിദി അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിലേക്കുള്ള വാതിലുകളിൽ 2 വാതിലുകൾ അന്ത്യനാൾ വരെ തുറന്നു വെച്ചുകൊണ്ടേയിരിക്കും. ആ 2 വാതിൽ, ഒന്ന് ഹംദിൻ്റെ വാതിലും ഒന്ന് സ്വലാത്തിൻ്റെ വാതിലുമാണെന്ന് മഹാനായ അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ പ്രശംസിക്കുന്നവന് ഒരു പ്രയാസമില്ലാതെ അവൻ്റെ അമൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നവൻ്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 വാതിലുകൾ അന്ത്യനാൾ വരെ അടയുകയില്ല. അള്ളാഹുവിലേക്കുള്ള 2 വാതിൽ അന്ത്യനാൾ വരെ അടയുകയില്ല. ഏതാ 2 വാതിൽ? ഒന്ന് അള്ളാഹുവിനെ പ്രശംസിക്കുന്ന വാതിലാ, അൽഹംദുലില്ലാഹ്. ഒന്ന് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫാക്ക് സ്വലാത്തില്ലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാതിലടയൂല. ചില റഹ്മത്തുകളെ, ആ റഹ്മത്ത് നമ്മളിലേക്ക് വരണമെങ്കിൽ ചില പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. കാലിൽ കത്തി വീണു, അപ്പോൾ ചെറിയ ഒരു ഞരമ്പ് പൊട്ടി, ആശുപത്രി പോകേണ്ടി വന്നു. അങ്ങനെ ആശുപത്രി പോയി, ആശുപത്രി തുന്നിക്കെട്ടി. പിന്നെ ഒരാഴ്ച അവിടെ കിടക്കണം എന്ന് പറഞ്ഞു, കിടന്നു. അപ്പൊ അവിടെ എങ്ങനെ കിടന്നു? കാലിങ്ങനെ കയറ്റി ഒരു തലേണയുടെ മുകളിൽ കയറ്റി വെച്ച് അങ്ങനെ കിടന്നു. തൊട്ടടുത്തൊരാളുണ്ട്, അങ്ങനെ അയാളോട് സംസാരിച്ചു. ലോക്യക്കാരനായി അങ്ങനെ സംസാരമധ്യേ പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊന്നുമല്ല, ഒരു പ്രയാസം. ഒരു മോൾക്ക് വയസ്സ് 30 ഇതുവരെ കല്യാണമായിട്ടില്ല. ഇത് കേട്ട് നിന്ന കേട്ട് സംസാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അടുത്ത കട്ടിൽ കിടക്കുന്ന ആൾ ചോദിച്ചു, 30 വയസ്സോ? ഓഹോ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. എത്ര വരെ പഠിച്ചിട്ടുണ്ട് മോള്? എന്തൊക്കെയാ കാര്യങ്ങൾ, എന്തൊക്കെയാ അവസ്ഥകൾ? അപ്പൊ ഇയാൾ പറഞ്ഞ്, കുറച്ച് വയസ്സുള്ള നല്ല പക്വതയുള്ള ഒരു പെണ്ണിനെ കിട്ടേണ്ട ഒരു പുതിയാപ്പിള എൻ്റെ കസ്റ്റഡിയിലുണ്ട്. നമുക്ക് അയാളോട് നാളെ കാര്യങ്ങൾ സംസാരിക്കാം. 2 ദിവസം അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. പെണ്ണിനെ കണ്ടു, കുടുംബം പറഞ്ഞു, വലിയ റാഹത്തായി, അൽഹംദുലില്ലാഹ്. ഇനി എന്താ? ഇനി കല്യാണത്തിൽ താമസിപ്പിക്കൊന്നും വേണ്ട, നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ 4 ദിവസം കൊണ്ട് കല്യാണം നടത്താം. ഓ, സമ്മതിച്ചു. എന്താ ഉണ്ടായത്? ഒരാഴ്ച കൊണ്ട് 30 വയസ്സായ മകൾക്ക് കല്യാണം നടന്നു. എന്താ കാരണം? കാലിൽ ചെറിയൊരു കത്തി ഉണ്ട്. അതോ അതിന് പ്രയാസം ഉണ്ടായില്ല, അത് പരിഹരിക്കുകയും ചെയ്തു. അതുകൊണ്ടുണ്ടായതോ ഇനി സമാധാനത്തിൽ മരിക്കാം. ഒരു 30 വയസ്സായ മകൾക്ക് ഇതുവരെ കല്യാണമായില്ലല്ലോ, ഞാൻ അസ്രായിൽ വന്നാൽ എന്താവും റബ്ബേ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് കാലിൽ കത്തി വീണത്. അപ്പോൾ കാലിൽ കത്തി വീണോ എന്നതൊരു വലിയ പ്രയാസാണ്. വലിയ റബ്ബേ നീ എപ്പോഴും എന്നെ ശിക്ഷിക്കാണല്ലോ റബ്ബേ എന്നാണ് ഈ വേളയിൽ പറയുക. ഈ കഴിഞ്ഞ ആഴ്ചയും എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ടും എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 10-15 കൊല്ലമായി റബ്ബ് ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട്. യാ അല്ലാഹ്, അള്ളാഹു അങ്ങനെ ശിക്ഷിക്കോ? അള്ളാഹു ശിക്ഷിക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നു? അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നു? കരുണക്കടലായ റബ്ബ് നിങ്ങളെ കാരണമില്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരാൾ പറയാ, 15 വർഷമായി എൻ്റെ ജീവിതത്തിൽ ഒരു സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. 15 വർഷം, 15 കൊല്ലമായി, 15 കൊല്ലമായി എൻ്റെ ജീവിതത്തിൽ സുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു സഹോദരൻ എന്നോട് ഈ കഴിഞ്ഞ ചില്ലറ ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞു, 15 കൊല്ലമായി ജീവിതത്തിൽ സുഖം അറിഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം? ഇനി ഇവിടെ ഒന്ന് പറയാം, അവിടെ ഒന്ന് പറയാം. എന്താ ഇവിടെ പ്രശ്നം നിങ്ങളുടെ മനസ്സിന്റെ കേടാണ്. സത്യത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനാണ്. പ്രശ്നക്കാരൻ നിങ്ങളുടെ മനസ്സാണ്. 15 കൊല്ലമായി നിങ്ങൾക്കൊരവസ്ഥ ഉണ്ടായിരിക്കാം, പക്ഷേ 15 കൊല്ലമായി സുഖം അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു തെറ്റാണ്. നിങ്ങളെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തിയിട്ടില്ല. നീ അവസ്ഥ മാറാത്ത എന്താ? ആ അവസ്ഥ മാറാനുള്ള സമയമായിട്ടില്ല. ആ സമയം എപ്പോഴും ആക്കിത്തരും. അതിന് യോജ്യമായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസ്ഥ മാറ്റിത്തരും. ഇപ്പോൾ 15 കൊല്ലമായി പ്രശ്നം. പ്രശ്നക്കാരൻ മനസ്സ്. 15 കൊല്ലമായി ഞാൻ സുഖം അനുഭവിച്ചിട്ടില്ല, ഇതാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ചില ആളുകൾ ഉണ്ടാവും, 10 കൊല്ലമായി ഞാൻ സുഖം അനുഭവിച്ചിട്ടില്ല, 8 കൊല്ലമായി സുഖം അനുഭവിച്ചിട്ടില്ല, 25 കൊല്ലമായി സുഖം അനുഭവിച്ചിട്ടില്ല, നിങ്ങളെ ഭാര്യയായതിനു ശേഷം ഞാൻ സുഖം അനുഭവിച്ചിട്ടില്ല.
നിന്റെ ഭർത്താവായതിനു ശേഷം ഞാൻ സുഖം അനുഭവിച്ചിട്ടില്ല. നിങ്ങളെ മകനായി ജനിച്ചിട്ട് ഞാൻ ഒരു സുഖം ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ല എന്ന് ബാപ്പയോട്, എന്ന് ഉമ്മയോട്. ഈ മഹലിലുള്ള കാലത്തോളം ഇവിടെ ഒരു സുഖമല്ല. എന്താ മനുഷ്യൻ പറയുന്നത്? പറ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിന്റെ മനസ്സിന്റെ കേട് നീ പരിഹരിക്കുക. പ്രശ്നം നിന്റെ മനസ്സിനാണ്. അല്ലാഹു ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ച സംവിധാനത്തിൽ കോടാനക്കോടി കാര്യങ്ങൾ ഓരോ സെക്കൻഡും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക ഈ സാഹചര്യത്തിൽ, ഈ പ്രപഞ്ചത്തിൽ നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഇതിൻ്റെ താളനിബദ്ധമായ ശൈലി ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റുക എന്നത് നടപ്പുള്ള കാര്യമല്ല. ഏത് സാഹചര്യത്തെയും നമ്മൾ അനുകൂലമായി ചിന്തിക്കണം. അപ്പോൾ അവർ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളാകും. അവരോട് അല്ലാഹുവിന് ഏറെ താല്പര്യവും ഉണ്ടാവും. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ സംബന്ധിച്ചിടത്തോളം അവനെ നല്ലതേ ചെയ്തു വെച്ചിട്ടുള്ളൂ. ആ നല്ലതിനെ കണ്ടെടുക്കാൻ അവന് കഴിയണം. അവനെ സൃഷ്ടിച്ചു, നന്മയല്ലേ? അവന് ഭക്ഷണം നൽകി, നന്മയല്ലേ? ഏറെ വിലപിടിപ്പുള്ളത് ഏറെ സമൃദ്ധമാക്കി വായു, നന്മയല്ലേ? ഏറെ അനിവാര്യമായ രണ്ടാമത്തെ കാര്യമാണ് വെള്ളം. അതെമ്പാടും നമ്മുടെ ഇടയിൽ വിതറിയ നന്മയല്ലേ? എന്താ നന്മയല്ലാത്തത്? ഏത് സാഹചര്യത്തിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പഠിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസിൽ ഒരു സ്വഹാബി കയറി വന്നു. അയാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബായ നബി അഷ്റ എന്ന് പറഞ്ഞു. വേറൊരാൾ കയറി വന്നു. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി ഇശ്റൂന എന്ന് പറഞ്ഞു. വേറെ ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കയറി വന്നു. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഫലാസൂന എന്ന് പറഞ്ഞ്. ഇത് കേട്ടിരുന്ന ചില സഹാബികൾ ഹബീബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നബിയെ ഇത്? ആദ്യം വന്ന ആളെ കേട്ട് അങ്ങ് അഷ്റ എന്ന് പറഞ്ഞു. രണ്ടാമത് വന്ന ആളെ കേട്ട് അങ്ങ് ഇശ്റൂന എന്ന് പറഞ്ഞു, 20. മൂന്നാമതായ ആളെ കേട്ട് വരുമ്പോൾ കേട്ട് അങ്ങ് 30 എന്ന് പറയുകയും വളരെ സന്തോഷിക്കുകയും ചെയ്തു. എന്താ കാര്യം? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, മൂന്നാമത് കയറി വന്ന ആൾ അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞത്. മാമിൻ ദിക്രിൻ അക്തറു സവാബൻ മിൻ അൽഹംദുലില്ലാഹ്. മാമിൻ ദിക്രിൻ, ഒരു ദിക്റുമില്ല അൽഹംദുലില്ലയേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന വേറൊരു ദിക്റും ഇല്ല. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേറൊരു ദിക്റും ഇല്ല. അതാണ് അൽഹംദുലില്ലാഹ്. എപ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണക്കാരൻ നാം തന്നെയാണ്. മനുഷ്യന്റെ ദുഷ്ടകരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കരയിലും കടലിലും നാശം സംജാതമായിട്ടുള്ളത്. യാ അല്ലാഹ്, അല്ലാഹു ഉത്തരവാദിയല്ല. അല്ലാഹു ഒരിക്കലും ഉത്തരവാദിയല്ല. നമ്മുടെ കിടക്ക നാം വൃത്തികേടാക്കിയതാണ്. ആ കിടക്ക മലിനപ്പെടുത്തിയത് നമ്മളാണ്. ഈ ഭൂമിയാലം ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്കൊരു കളിത്തൊട്ടിലാക്കി തന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടു. ഈ കളിത്തൊട്ടിലിനെ മലിനമാക്കിയതാരാ? അത് മലിനമാക്കിയാൽ വീണ്ടും ആ കളിത്തൊട്ടിൽ കിടക്കുന്ന ആൾക്ക് ദുർഗന്ധം വമിക്കും. സ്വാഭാവികല്ലേ? അതുകൊണ്ട് ഭൂമിയെ മലിനപ്പെടുത്തിയത് നമ്മളാണ്. അന്തരീക്ഷത്തെ മലിനപ്പെടുത്തിയത് നമ്മളാണ്. എല്ലാം മലിനപ്പെടുത്തിയത് നമ്മളാണ്. എല്ലാം നമ്മൾ മലിനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചിന്തിക്കണം. ലോക പരിസ്ഥിതി ദിനത്തെ അനുബന്ധിച്ച് ലോകം മുഴുവനും ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണിത്. എന്താ നിലവിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ? എവിടെയും പൊല്യൂഷന്റെ പ്രശ്നമില്ലാത്ത ഒരു രാജ്യം ഭൂമിയിൽ എവിടെയും കാണുക സാധ്യമല്ല. എന്നാൽ ഇത് ഈ രൂപത്തിൽ മലിനപ്പെടുത്തിയത് ആരാണ്? ആധുനികതയുടെ കച്ചവടത്തിൽ ദുരപൂത്ത മനുഷ്യൻ. ഈ മനുഷ്യനാണ് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ രോഗം വന്നു പെട്ടേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ.
ഞാൻ നിങ്ങളോട് പറയുന്നത് കൊറോണയും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നൊരു പക്ഷേ നാം ചിന്തിക്കേണ്ട ദിവസങ്ങളായിരിക്കും ഇനി കൊറോണയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്. അത് ഓരോരുത്തരും അനുഭവിക്കും. അവനവൻ അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അത് ഓരോരുത്തരും അനുഭവിച്ചു പറയും. കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടമൊന്നും നമ്മൾ നന്നാവാതെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കൊറോണ അവസാനിക്കുന്നത് കൊറോണയേക്കാൾ സന്തോഷകരമായ സാഹചര്യത്തിലേക്കായിരിക്കും ആവണം എന്നാണ് നിങ്ങളെപ്പോലെ എൻ്റെയും പ്രാർത്ഥന. പക്ഷേ ആവുമെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല. എന്തുകൊണ്ട്? മണ്ണ് മലിനമാണ്, വെള്ളം മലിനമാണ്, വായു മലിനമാണ്, അന്തരീക്ഷം മലിനമാണ്, എല്ലാം മലിനമാണ്. നാം ശ്വസിക്കുന്നത് വിഷമാണ്, നാം കഴിക്കുന്നത് വിഷമാണ്, നാം കുടിക്കുന്നത് വിഷമാണ്, നമ്മുടെ മരുന്ന് വിഷമാണ്. മരുന്ന് വിഷമാണ്, മരുന്ന് വിഷമാണ്. മരുന്ന് മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് മനുഷ്യന് വിഷമാണ്. ആരാണ് ഈ വിഷം കയറ്റിയത്? മനുഷ്യൻ, പഠിച്ച മനുഷ്യൻ, അല്ലെങ്കിൽ പഠിച്ചു എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ. 35 കൊല്ലം അനാവശ്യമായൊരു ഗുളിക കുടിച്ചതിൻ്റെ പേരിൽ തടികേടായ ഒരു മനുഷ്യൻ്റെ വേദന ആ കുടുംബം പറയുന്നതായി ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു. അത് മറ്റൊരാളുടെ ഡോക്ടർ മുന്നിൽ കാണിച്ചപ്പോൾ പറഞ്ഞു, ഈ 35 കൊല്ലം കുടിച്ച ഈ ഗുളിക നിങ്ങൾക്ക് അനാവശ്യമായിരുന്നു, ഇത് വേണ്ടിയിരുന്നില്ല, ഇത് വെറുതെ നിങ്ങൾ കെമിക്കൽ തിന്നതാ, ഇത് നിങ്ങളുടെ ശരീരത്തിന് കേടല്ലാതെ ഒന്നും ഉണ്ടാക്കിയില്ല. 35 കൊല്ലമാണ് ഒരു ചികിത്സാരിയെ കൊണ്ട് ഒരാൾ കെമിക്കൽ തിന്നത്. 35 കൊല്ലം ആ മനുഷ്യന്റെ സകലം നശിച്ചു. ആരാ ഉത്തരവാദി? ആധുനിക മനുഷ്യൻ, പഠിച്ചു എന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണല്ലോ ഇനി ഇവിടെ ബാക്കിയുള്ളത്. അതുകൊണ്ട് പ്രതീക്ഷക്കൊന്നും വകയില്ല. നമ്മുടെ മുന്നിലുള്ള മരുന്ന് നമ്മെ കൊല്ലാക്കൊല ചെയ്യുന്ന മരുന്നുകളാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ എത്തുമ്പോഴാണ് അത് വിഷമാണ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴേത്തിന് ആയുസ് നശിച്ചു. ചിന്തിക്ക്. ചില മരുന്നുകൾക്ക് ഡോക്ടർമാർ പറയുന്ന, ചില രോഗങ്ങൾക്ക് ഡോക്ടർമാർ പറയുന്നത് എന്താ? നിങ്ങൾക്ക് മരണം വരെ ഗുളിക കുടിക്കേണ്ടി വരും. അപ്പോൾ ഭക്ഷണം എന്താ? ഗുളിക. അപ്പോൾ ആയുസ് മുഴുവനും അതിന് അഡിക്റ്റായി പോയി. എന്നാൽ ഈ പ്രകൃതിയിൽ കൊടാനക്കോടി ജീവവർഗങ്ങൾ ഒരു ഗുളികയെ കുടിക്കാതെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നു. അവർക്ക് ഗുളികയില്ല, അവർക്ക് മരുന്നുമില്ല. നമ്മെപ്പോലെയുള്ള ജീവൻ, നമ്മെപ്പോലുള്ള വായു, വെള്ളം, മണ്ണ്, ഇതിലൊക്കെ ജീവിക്കുന്ന ജീവികൾ, കോടാനക്കോടി ജീവികൾ, ജീവിവർഗങ്ങൾ ഇവിടെ ഒരു ആശുപത്രിയിലും പോകാതെ സുഖസുന്ദരമായി ഒരു ആയുസ് തീർക്കുന്നതായി നമ്മൾ കാണുന്നു. എന്തേ? അവർക്കൊരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവർക്ക് മുന്നിൽ കച്ചവടക്കാരായ വിഷക്കുരന്മാരില്ല. അവർക്ക് മുന്നിൽ അവരെ നശിപ്പിച്ച് കളയുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ല. അവരുടെ സർഗസിദ്ധിയെ നശിപ്പിച്ച് കളയുന്ന ആധുനികതയുടെ പളപളപ്പില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ചിന്തിക്കണം. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സന്തോഷകരമായി ഒരവസ്ഥയിലെത്തുമെന്ന് ആരാ പറഞ്ഞത്? അതൊരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ മേൽ ചൊരിഞ്ഞ ഒരു അനുഗ്രഹമായിരിക്കാം ഒരുപക്ഷെ ഇത്. മലിനമായ ഈ പ്രകൃതിയെ വീണ്ടും ഒന്നുകൂടി ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു പക്ഷേ അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമായിരിക്കും ഇത്. നമുക്കറിയില്ല, നമുക്ക് ഈ പ്രകൃതിയിൽ ഒന്നും അറിയില്ല. അല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് അറിവുള്ളവൻ, നമ്മൾ അറിയുന്നില്ല. നിങ്ങളോ അറിയുന്നില്ല, അവനാണ് അറിവുള്ളവൻ. അവൻ്റെതാണ് പ്രകൃതിയും, അവൻ്റെതാണ് മണ്ണും വിണ്ടും, അവൻ്റെതാണ് സംവിധാനവും. അതുകൊണ്ട് അവനല്ലാതെ ഇത് പരിഹരിക്കാൻ സാധ്യമല്ല. അവനല്ലാതെ ഒന്നിനും ഒരാൾക്കും സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല. ഒരു മലിനമായ ടാങ്കിൽ ഉള്ള വെള്ളം ശുദ്ധിയാക്കാൻ ഒരുപക്ഷെ ഒരു ശാസ്ത്രജ്ഞന് മിനിറ്റുകൾ മതിയാവും. എന്നാൽ അതിനകപ്പെട്ട ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ആയുസ് മുഴുവനും ആ മലിനജലത്തിൽ അത് കിടക്കും. എന്നാൽ അതറിയുന്നൊരു ശാസ്ത്രകാരനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ വെള്ളത്തെ ശുദ്ധിയാക്കാൻ കഴിയും എന്നതുപോലെയാണ് ഉടമക്കാരനായ റബ്ബിന് ഇതൊക്കെ മാറ്റാൻ സെക്കൻഡ് മതി. അതുകൊണ്ട് അൽഹംദുലില്ലാഹിലേക്ക് തിരിച്ചു പോവുക.
എന്താണെങ്കിലും ഖൈറേ ഉണ്ടാവും. അബൂ ഉബൈദ മഹാനായ സയ്യിദുനാ അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് പ്ലേഗ് ബാധിച്ച മരിച്ചത്. അവര് മാത്രമല്ല, ആയിരക്കണക്കായ സ്വഹാബികൾ അംബാസിലുണ്ടായ പ്ലേഗ് ബാധിച്ചു മരിച്ചു. മഹാനായ ഉമർ ബിൻ ഖത്താബ് ഭരണം നടത്തിയിരുന്ന കാലത്ത് ഭരിക്കുന്നതാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്ലേഗ് ഉണ്ടായി ഷാമില്. അനവധി സ്വഹാബികൾ ഷാമിലുണ്ടായിരുന്നു, മരിച്ചൊടുങ്ങി. അതിൽപ്പെട്ട ആളാരാ? ഒരാളാണ് അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്. ആരാ അബൂ ഉബൈദ? അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. അബൂ ഉബൈദ ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉബൈദ പ്ലേഗില മരിച്ചത് റളിയല്ലാഹു അൻഹു. അത് ആ കാലത്തൊരു കാലമുസീബത്ത്. ഇക്കാലത്തൊരു കാലമുസീബത്താണ് കൊറോണ. കൊറോണ ബാധിച്ച് ചില ആളുകൾ മരിച്ചു. ശേഷക്രിയകൾ മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട പല കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം ജീവിച്ചിരിക്കുന്ന ബാധ്യതയാണ്. അതുകൊണ്ട് മയ്യത്തിനെന്ത്? അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യം അല്ല. മയ്യത്ത് ഇലാഹിന്റെ അടിമയല്ലേ? ആ മയ്യത്തിനെ ആ സന്ദർഭത്തിൽ ആ വ്യക്തി മരിപ്പിച്ചത് ഇലാഹല്ലേ? ജീവിതകാലത്ത് തൻ്റെ വിശ്വാസവും തൻ്റെ കർമ്മവും നേരെയാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്ലേഗിൽ മരിച്ചാൽ എന്ത്, അയാൾ സ്പാനിഷ് ഫ്ലൂയിൽ മരിച്ചാൽ എന്ത്, അയാൾ കൊറോണയിൽ മരിച്ചാൽ എന്ത്, അയാൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലല്ലേ വീഴുന്നത്? അയാൾക്ക് ഷഹീദിന്റെ പദവിയല്ലേ? നമ്മൾ ചില ആളുകളെ പറ്റി പറയുന്നത് കേട്ടു. ഇങ്ങനെയൊക്കെ വലിയ ഒരാളായിട്ടും അയാൾ കൊറോണയിലാണ് മരിച്ചത്. കുട്ടി, നീ ഇങ്ങനെ ചിന്തിക്ക്. ഉമർ ഇബ്നു ഖത്താബ് ഭരിക്കുന്ന കാലത്ത് ഏറ്റവും വലിയൊരു കാല മുസീബത്ത് വന്നു. ഇന്ന് കൊറോണയാണെങ്കിൽ അന്ന് വലിയ പ്ലേഗ്. ആ പ്ലേഗിൽ അനവധി സ്വഹാബികൾ മരിച്ചുപോയി. ശുറഹബിൽ ഇബ്നു ഹസന ആരോ പ്ലേഗിൽ മരിച്ചതാണ്. എത്ര സ്വഹാബികൾ മരിച്ചു. ഈ എത്രയോ വലിയ സ്വഹാബികൾ മരിച്ച്, വലിയ മഹാന്മാർ മരിച്ചു ആ രോഗത്തിൽ. അതിൽപ്പെട്ട പ്ലേഗിൽ മരിച്ച മനുഷ്യനാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കുക, മഹാനായ സയ്യിദുനാ അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മരണവേളയോടടുക്കുന്ന സന്ദർഭത്തിൽ കയറി വന്ന സ്വഹാബികൾ ചോദിച്ചു, ആരാണ് അടുത്ത ഖലീഫയാക്കേണ്ടത്? ആരെയാണ് മഹാനവർകളെ അങ്ങൊന്ന് പറയൂ. അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല. നിങ്ങൾ പരസ്പരം മുഷാവറ ചെയ്ത് തീരുമാനിക്കണം. അബൂ ഉബൈദ പ്ലേഗിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂന്നാമത്തെ ഖലീഫ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾ മുഷാവറ നടത്തണമെന്ന് ഞാൻ പറയില്ല. പകരം അബൂ ഉബൈദക്ക് ബൈഅത്ത് കൊടുത്തോളൂ എന്റെ ശേഷം എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് അബൂ ഉബൈദ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർ മരിച്ചത് ഏറ്റവും ഭയാനകമായ പ്ലേഗിലാണ്. എന്താണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യത്തിൽ എന്താണെങ്കിലും അത്ഭുതം. ഇദാ മസ്സതുഹു ളറാഉ സബറാ വഇദാ മസ്സതുഹു സറാഉ ശക്റാ ഫഹുവ ഖൈറുൻ ലഹു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കും, അത് അവന് ഖൈറായിരിക്കും. നേട്ടം വന്നാൽ അവൻ നന്ദി ചെയ്യും, അത് അവന് ഖൈറായിരിക്കും. എന്താണെങ്കിലും മുഅ്മിനായ മനുഷ്യന് എന്താണെങ്കിലും ഖൈറേ ഉണ്ടാകുമെന്ന്. അപ്പം എന്ത് പ്രശ്നമുള്ളത്? പ്രശ്നം നമുക്കാണ്. പ്രശ്നം കൊറോണക്കല്ല, പ്രശ്നം നമുക്കാണ്. അജബൽ അംരിൽ മുഅ്മിനി എന്ന ഹദീസ് കൊറോണയിലേക്ക്. ഈ ഹദീസ് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്ന ഈ ഹദീസ് കൊറോണയിലൊന്ന് വെച്ച് നോക്ക്. അജബൽ അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം എന്താണെങ്കിലും അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ലോകത്ത് എന്ത് നടന്നാലും അവനത് ഖൈറായിരിക്കും എന്ന് മുഹമ്മദ്. അപ്പോൾ പ്രശ്നം നമുക്ക് കൊറോണക്കല്ല. എന്താണ് മനുഷ്യ ചിന്തിക്കാത്തത്? الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون حسبي ربي جل الله
ما في قلبي غير الله أعلى النبي صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله أعلى النبي صلى الله حق لا إله إلا الله 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 عليه توكلوا الله 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 عليه توكلوا ആളുകൾ കൂടി പറയാ, വാട്സാപ്പിൽ പറയാ, ഗ്രൂപ്പിൽ പറയാ, വലിയ മൂല്യരായിരുന്നു കൊറോണയിലാ മരിച്ച്. എടോ, വലിയ മൂല്യരോ വലിയ സ്വഹാബിയായിരുന്നു, പ്ലേഗിലാ മരിച്ച്. ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇനി അബൂ ഉബൈദയുടെ മഹത്വത്തിൽ നിനക്ക് സംശയമാണെങ്കിൽ നിന്റെ കാര്യം ഇസ്ലാമിയത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. മിനിങ്ങളെ വളരെ ചിന്തിക്കണം. ലോകം കണ്ട എത്ര എത്ര മഹാന്മാരാണ് പ്ലേഗിൽ മരിച്ചിട്ടുള്ളത്. സ്വഹാബികൾ, താബിഈങ്ങൾ, വലിയ വലിയ ലോകം കണ്ട നേതാക്കന്മാർ. എന്നിട്ടോ അവരുടെ മഹത്വത്തിന് ഒരല്പം പോലും ക്ഷണം പറ്റിയില്ലല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യൻ കൊറോണയിൽ മരിച്ചാൽ നല്ലത്, മരിച്ചില്ലെങ്കിൽ നല്ലത്. ഒരു മുഅ്മിനായ മനുഷ്യന് കൊറോണ വന്നാൽ നല്ലത്, ഒരു മുഅ്മിനായ മനുഷ്യന് പ്ലേഗ് വന്നാൽ നല്ലത്, പ്ലേഗ് പോയാൽ നല്ലത്, കൊറോണ വന്നാൽ നല്ലത്, കൊറോണ പോയാൽ നല്ലത്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു. ഏത് കാര്യവും നമ്മൾ നേട്ടമാക്കി മാറ്റാൻ ഏറെ വിരുദ്ധനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹ്. അപ്പോൾ നേട്ടമാക്കി മാറ്റേണ്ടത് മുഅ്മിനാണ്. മുഅ്മിൻ ഏത് സാഹചര്യവും നേട്ടമാക്കി മാറ്റും. ഒക്കെ നേട്ടമാക്കും. പ്രയാസം വന്നാലോ അത് നേട്ടമാക്കും, ക്ഷമിക്കും, നേട്ടവും. എന്താ ചിന്തിക്കേണ്ടത്? അപ്പോൾ ഒരവസ്ഥ തരുന്ന അതിനെ നേട്ടമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നതിൻ്റെ പിന്നിൽ റബ്ബിലേക്ക് അഭയം തേടണം. ഏതവസ്ഥയിലും അൽഹംദുലില്ലാ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാ. ഒരിക്കൽ സ്വഹാബികൾ ഹബീബിനോട് ചോദിച്ചു, പുണ്യ മുഹമ്മദ് മുസ്തഫ, അയ്യുൽ കലാമി അഫ്ളലു യാ റസൂലല്ലാഹ്. നബിയേ, വാക്കുകളിൽ ഏറ്റവും മനോഹരമായ വാക്കേതാണ് നബിയെ? മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയോട് ചോദിച്ചു, അയ്യുൽ കലാമി അഫ്ളലു യാ റസൂലല്ലാഹ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അയ്യുൽ കലാമി അഫ്ളലു യാ റസൂലല്ലാഹ്. ഒരിക്കൽ സ്വഹാബികൾ ഹബീബായ നബിയോട് ചോദിച്ചു. അപ്പോൾ ഹബീബ് പറഞ്ഞു, മസ്തഫല്ലാഹു ലിമലായികതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അഫ്ളലുൽ കലാം, സംസാരങ്ങളിൽ ഏറ്റവും മനോഹരമായ ഉന്നതമായ സംസാരം ഒരു സംസാരമാണ് ഇസ്തഫല്ലാഹു ലിമലായികതിഹി. അല്ലാഹു തആല തന്റെ മലക്കുകൾക്ക് തിരഞ്ഞെടുത്തു കൊടുത്ത വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. അതേതാ? അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്താ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി? ഒന്ന്, അല്ലാഹുവിന്റെ മഹത്വം അറിയുക. രണ്ട്, അവനെ വാഴ്ത്തുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി മൻ ഖാലഹാ 100 മറ كل يوم 100 مرة غفرت خطاياه وإن كانت مثل زبد البحر. എന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, ഇനി എന്താ കേൾക്കണ്ടേ? ഇനി എന്താ കേൾക്കണ്ടേ? من قالها كل يوم 100 مرة سبحان الله وبحمده എന്നൊരാൾ എല്ലാ ദിവസവും 100 വട്ടം പറഞ്ഞാൽ ഗുഫിറത്ത് ഖതായാ, അവന്റെ സകല ദോഷങ്ങളെയും അല്ലാഹു പുറത്തു കൊടുക്കും. وإن كانت مثل زبد البحر, അത് സമുദ്രത്തിലെ നൊരയുടെ അത്ര അവന് ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. എന്തായി പറയുന്നത്? സമുദ്രത്തിലെ നൊര എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ തന്നെ കോടാനെ നൊരക്കുമിളകൾ ഉണ്ടാവില്ലേ ഒരു ഏരിയയിൽ? അപ്പോൾ ഈ മഹാസാഗരങ്ങളിലുള്ള നൊരകൾ എത്രയായിരിക്കും? എത്ര കോടിയായിരിക്കും? മനുഷ്യനിൽ ഒരു സാധാരണക്കാരനോ ഒരു അസാധാരണക്കാരനായ ഒരു മനുഷ്യൻ
തന്നെയോ, ഒരു സാധാരണ കഴിവുള്ള ഒരു സാധാരണക്കാരൻ തന്നെയോ തൻ്റെ ഏറ്റവും വലിയ കഴിവ് ഉപയോഗപ്പെടുത്തിയാലും എണ്ണിത്തീർക്കാൻ കഴിയില്ലല്ലോ സമുദ്രത്തിലെ നൊരകൾ. അത്രയുണ്ടെങ്കിൽ പോലും അള്ളാഹു അത് മാപ്പാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മഹത്വം അറിഞ്ഞും അവനെ മനസ്സുകൊണ്ട് പ്രശംസിച്ചും എന്തു പറയുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. മഹാനായ സയ്യിദി അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിലേക്കുള്ള വാതിലുകളിൽ 2 വാതിലുകൾ അന്ത്യനാൾ വരെ തുറന്നു വെച്ചുകൊണ്ടേയിരിക്കും. ആ 2 വാതിൽ, ഒന്ന് ഹംദിൻ്റെ വാതിലും ഒന്ന് സ്വലാത്തിൻ്റെ വാതിലുമാണെന്ന് മഹാനായ അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ പ്രശംസിക്കുന്നവന് ഒരു പ്രയാസമില്ലാതെ അവൻ്റെ അമൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നവൻ്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 വാതിലുകൾ അന്ത്യനാൾ വരെ അടയുകയില്ല. അള്ളാഹുവിലേക്കുള്ള 2 വാതിൽ അന്ത്യനാൾ വരെ അടയുകയില്ല. ഏതാ 2 വാതിൽ? ഒന്ന് അള്ളാഹുവിനെ പ്രശംസിക്കുന്ന വാതിലാ, അൽഹംദുലില്ലാഹ്. ഒന്ന് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫാക്ക് സ്വലാത്തില്ലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാതിലടയൂല. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് 1000 അൽഹംദുലില്ലാഹ് എന്ന് പറയും. 20 മിനിറ്റ് ഒന്നും വേണ്ട, 1000 വട്ടം അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ എത്ര മിനിറ്റ്? 10 മിനിറ്റ് മതി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ചെയ്ത നിഅമത്ത് ഓർത്തിച്ച് പറയും. അള്ളാഹു നിഅമത്തല്ലേ തന്നത്? കൊറോണയാണെങ്കിലും നിഅമത്തല്ലേ? എന്തൊരു നിഅമത്താണ്. അവനാരാണ്? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ ഏറെ ഗനിയാണ്, ഏറെ ഹമീദാണ്. അവൻ ഏറെ അന്യാശ്രയമില്ലാത്ത മഹാനായ എല്ലാം നിറഞ്ഞവനാ, അന്യാശ്രയമില്ലാത്ത എല്ലാം നിറഞ്ഞവനായ ഗനിയാണ്. പിന്നെ അവൻ ഹമീദാണ്, ഏറെ സ്തുത്യർഹനാണ്, എപ്പോഴും പ്രശംസിക്കപ്പെടേണ്ടവനാണ്, പ്രശംസ അർഹിക്കുന്നവനാണ്. എപ്പോഴും എവിടെയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എപ്പോഴും.